പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സജിത്താണ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് മുതൽ അങ്ങനെ അഗസ്ത്യാർകൂടം ട്രക്കിങ്ങിൻ്റെ ഗൈഡായിട്ട് പോവുകയാണ്. ഒരു വലിയ ദൗത്യം തന്നെ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടുള്ള പോക്കാണ്. 3 ദിവസം കൂടെ ഏകദേശം 48 കിലോമീറ്ററോളമാണ് നമുക്ക് യാത്ര ചെയ്യേണ്ടത്. ആദ്യത്തെ ദിവസം ബോണക്കാട് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും യാത്രക്കാരെ എടുത്ത് അതിരുമല ക്യാമ്പ് ഷെഡിൽ എത്തിക്കണം. അവിടെ നിന്ന് നമ്മൾ യാത്രക്കാരെ എടുത്തുകൊണ്ട് നേരെ അഗസ്ത്യാർകൂടമൊക്കെ കാണിച്ചിട്ട് തിരിച്ച് ക്യാമ്പിൽ കൊണ്ടുവരണം. മൂന്നാമത്തെ ദിവസം ക്യാമ്പിൽ നിന്നും ഏകദേശം 14 കിലോമീറ്റർ ഇപ്പുറമുള്ള ബോണക്കാട് പിക്ക് സ്റ്റേഷൻ. ഈ പിക്ക് സ്റ്റേഷൻ വരെ മാത്രമാണ് വണ്ടിയും വാഹനങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നമ്മളപ്പോൾ രാവിലെ എണീറ്റ് നിൽക്കുകയാണ്. അത്യാവശ്യം നല്ല വെളുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നിന്ന് ഒരു 7 മണിക്ക് പോയാൽ ഒരു 9 മണിയോളം ആകുമ്പോൾ ബോണക്കാട് പിക്ക് സ്റ്റേഷനിൽ എത്തത്തുള്ളൂ. ചുരമൊക്കെ കയറിയാണ് പോകുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് ഒരുപാട് ലെങ്ത് കൂടുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഇവിടെ നിന്ന് ബോണക്കാട് എത്തുന്നതിൻ്റെ കാഴ്ചകളൊന്നുമില്ല. നേരെ നമ്മൾ പിക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളും അവിടെ നിന്ന് നമ്മൾ ട്രക്കിങ്ങിന് ആളെ കൊണ്ടുവന്ന കാഴ്ചകളും ഒക്കെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അതോടൊപ്പം തുടക്കം തന്നെ ഞാൻ പറയുവാണ്, എൻ്റെ ഈ ഒരു ഗൈഡ് യാത്ര 3 ദിവസമാണ് നീണ്ടു നിൽക്കുന്ന യാത്ര. അപ്പം നമ്മുടെ ഈ ഒരു ഗൈഡ് ട്രക്കിങ്ങിൻ്റെ, ഞാൻ ട്രക്കിങ്ങിന് ഗൈഡായിട്ട് പോകുന്നതിൻ്റെ ഒരു വ്ളോഗാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഫസ്റ്റ് വ്ളോഗ്, പിന്നെ രണ്ടാമത്തെ സെക്കൻഡ്, അങ്ങനെ മൂന്നാമത്തെ ദിവസം തേർഡ് എപ്പിസോഡ്, അങ്ങനെ 3 എപ്പിസോഡുകളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ഒരു എപ്പിസോഡ് കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ പുതിയ വീഡിയോ അങ്ങനെ തുടങ്ങുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി സജിത് പത്തോട് വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ ഈ സ്ഥലത്തു നിന്നാണ് യാത്രക്കാരെ പാസ് എടുത്ത് കൊണ്ടുപോകേണ്ടത്. ഇതാണ് പിക്ക് സ്റ്റേഷൻ ബോണക്കാട്. നമ്മുടെ ബാക്കിലുള്ള ടീ ഫാക്ടറീൻ്റെ അവിടെ നിന്ന് ഇവിടെ വരെ ഏകദേശം ഒരു 3 കിലോമീറ്ററോളം ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് കയറിയിട്ട് ഇവിടെ നിന്ന് പിക്ക് സ്റ്റേഷൻ്റെ ഇവിടെ നിന്ന് യാത്രക്കാരുടെ പാസും കാര്യങ്ങളൊക്കെ വെരിഫൈ ഒക്കെ ചെയ്തതിന് ശേഷമാണ് നമ്മൾ യാത്രക്കാരെയും കൊണ്ട് ഈ ബോണക്കാട് പിക്ക് സ്റ്റേഷനിൽ നിന്നും അഗസ്ത്യാർകൂടത്തേക്ക് യാത്ര ചെയ്യുന്നത്. കുറേ ദിവസമായിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് അഗസ്ത്യാർകൂടത്തിൻ്റെ ഗൈഡായിട്ട് ട്രക്കിങ്ങിന് പോകണമെന്ന്. അപ്പോൾ ഇന്നങ്ങനെ ആ ഒരു ആഗ്രഹം സാധ്യമായിരിക്കുകയാണ്. അപ്പം നമുക്ക് 15 പേരെയാണ് കേട്ടോ കിട്ടിയത് ഈ ഒരു ട്രക്കിങ്ങിന് ആളെ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ നമ്മൾ 15 പേരടങ്ങുന്ന സംഘം, ഞാനും ചേട്ടനും വീട്ടിനടുത്തുള്ള വേറൊരു ചേട്ടനും, അപ്പോൾ നമ്മൾ 3 പേരും കൂടെയാണ് ഈ ഒരു ട്രക്കിങ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾക്ക് 3 ദിവസം കൊണ്ട് ആൾക്കാരെ ടോപ്പിലെത്തിച്ചിട്ട് തിരിച്ചു കൊണ്ടുവരണം. അപ്പോൾ അതാണ് നമ്മുടെ പണിയെന്ന് പറയുന്നത്. അങ്ങനെ രാവിലെ തന്നെ നമ്മുടെ ട്രക്കിങ് അങ്ങനെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു ട്രക്കിംഗ് റൂട്ടിലൂടെയാണ് നമ്മൾ ഏകദേശം 14 കിലോമീറ്ററോളം യാത്ര ചെയ്ത് അതിരുമല ക്യാമ്പ് ഷെഡിൽ എത്തേണ്ടത്. അപ്പോൾ എനിക്ക് ഒരു 5 പേര്, ചേട്ടൻ 5 പേര്, പിന്നെ ചേട്ടൻ്റെ കൂട്ടുകാരൻ 5 പേര്, അങ്ങനെ ടോട്ടലി മൊത്തത്തിൽ 15 പേരാണ് നമ്മുടെ ടീമെന്ന് പറയുന്നത്. യാത്രക്കാരുമായിട്ട് ഞാനിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇവരെ കൊണ്ട് നമുക്ക് അതിരുമല ക്യാമ്പ് ഷെഡിലേക്ക് എത്തിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് അവിടെയൊക്കെ ചെന്നിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടെ നിന്ന് ആദ്യം നമുക്ക് ആൾക്കാരെ കൊണ്ടെത്തിക്കേണ്ടത് ലാത്തിമോട്ട എന്ന് പറയുന്നൊരു ക്യാമ്പിൻ്റെ അങ്ങോട്ടാണേ. അപ്പോൾ നമ്മൾ പോകുന്ന വഴികളൊക്കെ ഉണ്ടോ, അത്യാവശ്യം നല്ല നിബിഡമായിട്ടുള്ള വനങ്ങളാണ്. അതേപോലെ തന്നെ നമുക്കിവിടെ നിന്ന് കാണുന്ന കാഴ്ചകളും മനോഹരമാണ്. ബാഗൊക്കെ ക്ലീൻ ചെയ്ത് ബാഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഡ്രസ്സൊക്കെ ഊരി ബാഗിലോട്ട് വെച്ചിരിക്കുകയാണ് നന്നായിട്ട് നടക്കാൻ വേണ്ടിയിട്ട്. ഇതിലെയാണ് നടക്കുന്നത്. ഇതിലെ നടന്ന് ആദ്യം നമ്മൾ എത്തേണ്ട ഒരു ക്യാമ്പ് ഷെഡുണ്ട്, ലാത്തിമോട്ട ക്യാമ്പ് ഷെഡ്. അത് കഴിഞ്ഞ് കരമനയാറ് ഇതൊക്കെ നടന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു നിരപ്പായിട്ടുള്ളൊരു പ്രദേശമാണ്. ഞാനിപ്പോൾ വന്ന് 3 പേരെ കൂടെയായി ഞാൻ. ബാക്കി ഗൈഡുകളൊക്കെ മുമ്പേ പോയിരിക്കുകയാണ്. അവർക്കൊക്കെ രാവിലെ ആളെ കിട്ടി. പാറാക്കൂട്ടങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പം 11:30 ആയിട്ടുണ്ട് നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട്. ഒരു 5:30-6 മണിക്കുള്ളിൽ നമുക്ക് ഇവരെയും കൊണ്ട് അതിരുമല ക്യാമ്പ് ഷെഡിൽ എത്തിക്കണം. പോകുന്ന വഴിയെല്ലാം ഈ പണ്ടത്തെ കുതിരത്തടമാണ്. ഈ അതിരുമലയിലോട്ടൊക്കെ വെട്ടിക്കൊണ്ട് പോയിട്ടുള്ള കുതിരത്തടത്തിലൂടെയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഈ സ്വാമിയാണ്, പിന്നെ 3 പേര്, ഇവരാണ് ഇപ്പോൾ നിലവിൽ എൻ്റെ കൂടെ ഉള്ളത്. ആ യാത്രക്കാരൊക്കെ നടന്നു വരുന്നുണ്ടേ. നമ്മളിപ്പം ബേക്കിലൊരു തോട് കണ്ടു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു തോടുണ്ട്. ഇത് കഴിഞ്ഞ് പിന്നെയാണ് നമ്മുടെ അടുത്തൊരു തോട്. അങ്ങനെ നിരവധി തോടുകളും പുഴകളും ഒക്കെ ഉണ്ട്. അതാ നമ്മൾ ആദ്യത്തെ ഒരു തോട് കഴിഞ്ഞത് 2ാമത്തെ തോടാണേ. ഇനി അങ്ങോട്ടുള്ള സ്ഥലങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം സീനുള്ള സ്ഥലങ്ങളാണ്. കയറ്റങ്ങളും ഇറക്കങ്ങളും അങ്ങനെയുള്ള ഏരിയ കൂടെയാണ് നമ്മൾ പോകുന്നത്. ബോണക്കാടിൽ നിന്ന് നടന്ന് തങ്കം കെട്ടിയ കോവിലെന്ന് പറയുന്ന കോവിലിൻ്റെ അടുത്തേക്ക് എത്താറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകുന്ന വഴികളൊക്കെയാണ് ഇതെന്ന് പറയുന്നത്. ഇടയ്ക്ക് മരങ്ങളൊക്കെ ഇങ്ങനെ വീണ് കിടപ്പുണ്ട്. നമ്മുടെ കമലകം സെറ്റിൽമെൻറ്റിലെ സാൻഡോ, പിന്നെ എൻ്റെ ചേട്ടായി, നമ്മളെല്ലാവരും കൂടെയാണ് ഈ ട്രക്കിങ്ങിന് പോകുന്നത്. നമുക്കാണ് ഏറ്റവും ലാസ്റ്റത്തെ ബാച്ചിന് നമുക്കാണ് കിട്ടിയത്. അത് ഇനി നമ്മൾ 15 പേരും പിന്നെ 5 പേരും, അപ്പോൾ 20 പേരാണ് നമ്മൾ 4 ഗൈഡുകൾ അങ്ങനെ ഉണ്ട്. തങ്കം കെട്ടിയ കോവിൽ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഒരു
കല്ലെടുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോവിലിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് മുമ്പിൽ ചെല്ലുമ്പോഴാണ് ലാത്തിമോട്ട ക്യാമ്പ് എന്ന് പറയുന്നത്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം 2 കിലോമീറ്ററോളം നമ്മൾ നടന്നു വന്നു. അപ്പം നമ്മൾ ആദ്യം എത്തുന്നൊരു ക്യാമ്പ് ഷെഡാണ് ലാത്തിമോട്ട എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മളിതാ ലാത്തിമോട്ട എന്ന് പറയുന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാര്യം ഇങ്ങനെ വരെയാണ്. നമ്മൾ ആദ്യം ഇവിടെ ഒരു ക്യാമ്പ് ഷെഡ് ഉണ്ടായിരുന്നു. ഈ ഒരു സ്ഥലത്തിൻ്റെ പേരാണ് ലാത്തിമോട്ട. ലാത്തിമോട്ട കഴിഞ്ഞാൽ പിന്നെ 2 കിലോമീറ്റർ കരമനയാറ്, പിന്നെ വാഴപ്പേന്തിയാറ്, അട്ടയാറ്. ഈ ഒരു സ്ഥലമാണ് ലാത്തിമോട്ട എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് പണ്ട് ഗൈഡിൻ്റെ ക്യാമ്പൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നുമില്ല. എല്ലാം ആനക്കൊപ്പമൊക്കെ ആക്കി ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ലാത്തിമോട്ട എത്തിയിട്ടുണ്ട്. ലാത്തിമോട്ടയിൽ നിന്ന് 16.5 കിലോമീറ്ററാണ് അഗസ്ത്യാർകൂടത്തിൻ്റെ ടോപ്പിലേക്ക്. നമ്മുടെ ടീമുകളെല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. ലാത്തിമോട്ടയിൽ ചെറുതായിട്ടൊന്ന് റെസ്റ്റ് ഇരുന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളടുത്ത് കരമനയാറ് ക്യാമ്പിലേക്ക് നമ്മൾ കൊണ്ടുപോവുകയാണ് ആൾക്കാരെ. അപ്പോൾ ഇടയ്ക്ക് മഴയൊക്കെ പെയ്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ അടിപൊളി പച്ചപ്പൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ എല്ലാവരും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ലാത്തിമോട്ടയിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ഥിരമായിട്ട് ആൾക്കാർ പോകുന്നത് കൊണ്ട് തന്നെ വഴിയൊക്കെ നല്ല തെളിഞ്ഞ് കിടക്കുകയാണ്. മുകളിലൊരു മലയൊക്കെ കാണുന്നുണ്ടേ. അടുത്ത് നമ്മൾ കരമനയിലേക്കുള്ള നടത്തത്തിലാണ്, കയറിക്കൊണ്ടിരിക്കുകയാണേ. ഇത് കയറി കഴിഞ്ഞാൽ ചെറിയൊരു നിരപ്പുണ്ട്. ഇതിലടിക്കുന്നുണ്ട് ഉച്ച ആയതുകൊണ്ട് തന്നെ. അപ്പോൾ നമ്മളിങ്ങനെ നടക്കുകയാണ്. അടുത്ത് കരമനയാണ് അടുത്ത സ്ഥലമെന്ന് പറയുന്നത്. അപ്പോൾ അവിടേക്ക് നമ്മൾ ഇവരെയും കൊണ്ട് നടക്കുകയാണ് കൊണ്ടിരിക്കുകയാണേ. നമ്മൾ നടന്ന് അടുത്ത് കരമനയാർ ക്യാമ്പിലേക്ക് പോകുന്ന വഴികളുടെ കാഴ്ചകളൊക്കെയാണ് ഇതെന്ന് പറയുന്നത്. അത്യാവശ്യം നടക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കരമനയാണ് ലക്ഷ്യം. എല്ലാവരും നടന്ന് ഇനി കരമന എത്തണം. അത് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്നാണ് അടുത്ത് വാഴപ്പേന്തിയാർ ക്യാമ്പ്. 2-2.5 കിലോമീറ്ററോളം വ്യത്യാസത്തിലാണ് ഓരോരോ ക്യാമ്പുകൾ. ഫസ്റ്റ് ബോണക്കാട് പിക്ക സ്റ്റേഷൻ, രണ്ടാമത് നമ്മുടെ ലാത്തിമോട്ട, മൂന്നാമത് കരമന. നമ്മൾ കരമനയാറ് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങൊരു വലിയൊരു മലയൊക്കെ കാണുന്നുണ്ട്. അഗസ്ത്യാർകൂടം ആ ഒരു ഭാഗത്താണ് കാണുന്നത്. യാത്രക്കാർ നടന്നു വരികയാണ്. നമ്മൾ ഏകദേശം കരമനയാറിൻ്റെ കുറേ ഇങ്ങ് പിറകിലാണ് എത്തി നിൽക്കുന്നത്. നമ്മൾ ഏകദേശം കുറച്ച് നടന്നു വന്നപ്പോൾ ചെറിയൊരു തോട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു പയ്യൻ ഇവിടെ നിന്ന് മുമ്പേ പോവുകയാണ്. നമ്മുടെ യാത്രക്കാരെല്ലാം കുറച്ചുപേര് മുമ്പേ പോകുന്നുണ്ട്, കുറച്ചുപേര് പുറകെ നടന്നു വരുന്നുണ്ട്. ഇവിടെയൊക്കെ മഴ പെയ്യുന്ന സമയത്ത് ഈ തോട്ടിലെല്ലാം നല്ല വെള്ളം വരുന്നൊരു ഏരിയയാണ്. ഇതായി കാണുന്ന തോടെല്ലാം. പോകുന്ന വഴികളൊക്കെ നല്ല പച്ചപ്പും കാണാൻ ഭംഗിയുള്ളതുമായിട്ടുള്ള വഴികളൊക്കെയാണ്. പക്ഷെ നല്ല പച്ചപ്പൊക്കെ ഉള്ള സ്ഥലത്തുകൂടെയാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതെ, നെക്സ്റ്റ് അടുത്ത് ആറാണ് കരമനയാർ. എന്താ കീഴെയുള്ള ആറ് താൻ കരമനയാറ്. അങ്ങനെ കരമനയാറിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ യാത്രക്കാരെയും കൊണ്ട് കരമനയാറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അടുത്താണ് വാഴപ്പേന്തിയാറ്. ഇടയ്ക്കിടയ്ക്ക് ഈ വേസ്റ്റുകളൊക്കെ തട്ടാൻ വേണ്ടിയിട്ട് ചെറിയ കൂടകൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മൾ പറ്റാത്തവരെയൊക്കെ പിടിച്ച് കയറ്റേണ്ടതായിട്ട് വരും. വന്ന യാത്രക്കാരൊക്കെ കരമനയിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് എല്ലാവരും ഫ്രഷ് വെള്ളമൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് പോകേണ്ടത് ഇതാ ഈ ഒരു റൂട്ടിലൂടെയാണ്. തൊട്ട് ഫ്രണ്ടിലാണ് കരമനയാറ് ക്യാമ്പുള്ളത്. കരമനയാർ ക്യാമ്പിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് 14.5 കിലോമീറ്ററാണ് എഴുതി വെച്ചിരിക്കുന്നത് അഗസ്ത്യാർകൂടത്തേക്ക്. അപ്പോൾ നമ്മൾ കൊണ്ടുപോകുന്ന ആൾക്കാരെ നെക്സ്റ്റ് സ്ഥലമായിട്ടുള്ള വാഴപ്പേന്തിയാറിലാണ് കൊണ്ട് റെസ്റ്റ് നിർത്തുന്നത്. അപ്പോൾ അതുവരെ നമ്മൾ അവരുടെ കൂടെ കാണും. അത് കഴിഞ്ഞ് പിന്നെയും ക്യാമ്പ് വരെ തിരിച്ച് 3-ാമത്തെ ദിവസം വരെ നമ്മൾ അവരോടൊപ്പം കാണും. ചെറിയൊരു ഇരുട്ട് വീണിട്ടുണ്ട്, മഴക്കാറ് പോലെ. മഴ പെയ്യുമോ എന്നൊന്നും നമുക്കറിയത്തില്ല. എന്നിരുന്നാലും കുഴപ്പമില്ല. നമുക്കെന്തായാലും ഈ യാത്രക്കാരെ ആദ്യത്തെ ദിവസം അതിരുമലയിൽ കൊണ്ടെത്തിക്കുക, അതാണ് നമ്മുടെ പണി. നമ്മൾ പോകുന്ന ഈ ഒരു വഴിയുണ്ടോ, ഭയങ്കര നല്ല കാഴ്ചകളൊക്കെയാണ് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. നല്ല പച്ചപ്പും ഒക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. നമ്മൾ യാത്രക്കാരെയും കൊണ്ട് ഒരു പാറയുടെ ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ യാത്രക്കാരെല്ലാം നമ്മളോടൊപ്പം ഉണ്ട്. എന്നതാ എല്ലാവരും നമ്മുടെ
ട്രക്കിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ അടിപൊളി ഏരിയ ആണേ. നമ്മൾ പോകുന്ന ഈ ഒരു ഭാഗങ്ങളെല്ലാം നല്ല നിരപ്പാർന്നിട്ടുള്ള പ്രദേശത്തു കൂടെയാണ് നമ്മളിവരെയും കൊണ്ട് പോകുന്നത്. എന്തായാലും അടിപൊളി ഒരു സ്ഥലമാണിതെല്ലാം. ഏകദേശം നടന്നെത്തിയിട്ടുണ്ട്. നമ്മൾ ഇനി അടുത്തെത്തുന്ന സ്ഥലം എന്ന് പറയുന്നത് വാഴപ്പൈന്തിയാറാണേ. വാഴപ്പൈന്തിയാറിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് മുന്നിലേക്ക് നടക്കുമ്പോൾ നമുക്ക് വാഴപ്പൈന്തിയാർ വാട്ടർഫാൾസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ആറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഇനി ഫുഡ് കഴിച്ച് കുളിച്ച് അതിനൊക്കെ ശേഷമാണ് നമ്മൾ അടുത്ത ക്യാമ്പായ അട്ടയാർ ക്യാമ്പിലേക്ക് പോകുന്നത്. നമ്മൾ പോകുന്ന കാടുകളൊക്കെ മനോഹരമാണ്, നല്ല തണുപ്പുകളുണ്ട്. പിന്നെ അതുപോലെ നമ്മുടെ യാത്രക്കാരും നമ്മളോടൊപ്പം ഉണ്ട്. അപ്പോൾ നമ്മുടെ യാത്രക്കാരെയും കൊണ്ട് നമ്മളിതാ വാഴപ്പൈന്തിയാറിൽ എത്തിയിട്ടുണ്ട് അല്ലേ. എന്നാ இருக்குது സ്ഥലമെല്ലാം என்ன இருக்குது பை? நல்ல ஆறு, நல்ல தண்ணி, வாட்டர் ஃபால்ஸ் அருமையாக இருக்குது. எல்லாம் நல்லா இருக்கா? நல்லா அருமையாக இருக்குது. ஓகே, அனைவரும் வந்தால் அருமையாக குளிச்சுட்டு அருமையாக ரெஸ்ட் எடுத்துகிட்டு போகலாம். ഓക്കെ, താങ്ക് യു. நன்றி. ചേട്ടമുണ്ട്. അപ്പോൾ അവിടെ പോയി കുളിച്ചിട്ട് വേണം ഇനി നമ്മൾ യാത്രക്കാരെ കൊണ്ട് പോകാൻ വേണ്ടി. അപ്പോൾ യാത്രക്കാരെല്ലാവരും കുളിക്കുന്നുണ്ട്. കുറച്ച് പേരൊക്കെ ഇതാ ഇവിടെ താഴെ ഇരുന്ന് ഫുഡ് കഴിക്കുകയാണ്. ഉച്ചയ്ക്ക് ഇതാ ഇവിടെ ഇരുന്നാണ് കഴിച്ചത്. കഴിച്ചിട്ട് ഇനിയിപ്പോൾ നമ്മൾ ഇതിലെയാണ് പോകുന്നത്. ഇതിൽ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ കാന്തണ്ണ ഇവിടെ ഇരിപ്പുണ്ട്. വാഴപ്പൈന്തിയാർ ക്യാമ്പ് കഴിഞ്ഞിട്ടിതാ നമ്മുടെ ആൾക്കാരെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവരെ ഇനി അടുത്ത് അട്ടയാറിലെത്തിക്കണം. അതാണ് നമ്മുടെ അടുത്ത ടാസ്ക്. ചെറിയൊരു തോട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ വാഴപ്പൈന്തിയാർ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത സ്ഥലമെന്ന് പറയുന്നത് അട്ടയാറാണ്. അപ്പോൾ ഏകദേശം ഒരു 2-3 കിലോമീറ്റർ അടുപ്പിച്ചോളം നമ്മൾ യാത്ര ചെയ്യുമ്പോഴാണ് അടുത്ത അട്ടയാറിലേക്ക് എത്തുന്നത്. നമ്മുടെ യാത്രക്കാരവർ പിറകെ നിന്ന് വരികയാണ്. കുറച്ച് പേരുണ്ടായിരുന്നു, അവർ മുമ്പേ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. നല്ല അടിപൊളി പച്ചപ്പൊക്കെയാണ് ഈ ഒരു വഴിയൊക്കെ കാണാൻ വേണ്ടിയിട്ട്. ഏറ്റവും കൂടുതലും ദൂരമുള്ളൊരു വഴിയാണ് അട്ടയാറെന്ന് നമ്മുടെ വാഴപ്പൈന്തി മുതൽ അട്ടയാർ വരെയുള്ള സ്ഥലം എന്ന് പറയുന്നത്. കാര്യം കൊണ്ട് ഏകദേശം പകുതി എത്തിയിട്ടുണ്ട്. അട്ടയാർ ക്യാമ്പുകൾ എത്താറായിട്ടുണ്ട്. ബേക്കിൽ നിന്ന് കുറച്ച് യാത്രക്കാർ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിവരെ അതിരുമല ക്യാമ്പ് ഷെഡിൽ കൊണ്ടെത്തിക്കണം. അപ്പോൾ അതാണ് നമ്മുടെ പരിപാടി എന്ന് പറയുന്നത്. അങ്ങനെ വാഴപ്പൈന്തി ആറിൽ നിന്ന് അട്ടയാറിലേക്ക് നടന്നുകൊണ്ടിരിക്കുന്ന വഴിയാണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ ഒരു 6 പേര് മുൻപിലുണ്ട്. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് പേരുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ അടുത്തോട്ടൊക്കെ ഒന്ന് എത്തണം. പിന്നെ അതിനുശേഷം അവിടെ നിന്ന് പിന്നെ ഒരു 4-5 കിലോമീറ്റർ ഉണ്ട് നമുക്ക് അതിരുമല ക്യാമ്പ് ഷെഡിലേക്ക് എത്താനായിട്ട്. അത്യാവശ്യം നല്ല വഴികളൊക്കെയാണ്. എല്ലാ ദിവസവും ആൾക്കാരൊക്കെ ഇങ്ങനെ നടക്കുന്നത് കൊണ്ട് തന്നെ ഇതെല്ലാം നല്ല തെളിച്ചുണ്ട്. പിന്നെ അതുപോലെ ട്രക്ക് പാത്ത് ഈയിടയ്ക്ക് വെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നിരപ്പാർന്നൊരു സ്ഥലമാണ്. മഴയൊക്കെ പെയ്തതുകൊണ്ട് തന്നെ വഴികളിൽ ഈ കാണുന്ന ചെടികൾ, ഇതൊരു സൈസ് തുമ്പയാണ്, നരയൻ തുമ്പയെന്ന് പറയും. ഈ തുമ്പയൊക്കെ അത്യാവശ്യം നല്ല പച്ചപ്പായിട്ട് തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഇനി കുറേ ദൂരം ഇങ്ങനെ മുൻപിലേക്ക് പോകുമ്പോഴാണ് അട്ടയാറെന്ന് പറയുന്നത്. അപ്പോൾ അട്ടയാർ കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 4-5 കിലോമീറ്ററിനുള്ളിലുണ്ട് നമുക്ക് അതിരുമല ക്യാമ്പ് ഷെഡ് വരെ എത്താനായിട്ട്. അപ്പോൾ അട്ടയാറിന് എത്തുന്നതിന് മുമ്പ് തന്നെ നമുക്ക് അത്യാവശ്യം അടിപൊളി ഒരു വെള്ളച്ചാട്ടമൊക്കെ കാണാൻ പറ്റുന്നൊരു സ്ഥലമുണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തേക്കാണ് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ യാത്രക്കാരെല്ലാം നമ്മുടെ കൂടെ ഉണ്ട്. കുറച്ച് പേര് മുമ്പിലുണ്ട്, കുറച്ച് പേര് നമ്മളെ കൂടെ തന്നെയുണ്ട്. അട്ടയാറിൻ്റെ ഇപ്പുറത്താണ് ഇരിക്കുന്നത്. ഇവിടെ 2 യാത്രക്കാരൊക്കെ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. നമ്മളൊരു ഗൈഡ് ഇവിടെ ഇരിപ്പുണ്ട്. ഇവിടെ ഈ ഒരു ഭാഗത്ത് മഴ പെയ്യുമ്പോൾ ഈ ഭാഗത്തു നിന്നൊക്കെ നല്ല രീതിക്ക് വെള്ളം വന്ന് വീഴുന്നൊരു ഭാഗമാണ്. ഈ ഒരു ഭാഗത്തൊക്കെ മുറിച്ച് കിടക്കാനൊക്കെ അത്യാവശ്യം ബുദ്ധിമുട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നെ ഇതിൻ്റെ താഴെയും ഒരു വെള്ളച്ചാട്ടമുണ്ട്. നമ്മൾ നേരത്തെ ബാക്കിലൊരു ചെറിയൊരു ആറ് കണ്ടില്ലേ, അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത് വേറൊരു ആറുണ്ട്. അപ്പം ഈ കരമന ആറിൻ്റെ പോഷക നദികളായിട്ടുള്ള ഒരുപാടധികം കുഞ്ഞും വലുതുമായിട്ടുള്ള ചെറിയ ചെറിയ പുഴകളും തോടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കരമന ആറാണ് പറയുന്നതെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയൊരു ആറെന്ന് പറയുന്നത് അട്ടയാറാണ്. അപ്പോൾ അട്ടയാറിൻ്റെയും വാഴപ്പൈന്തി ആറിൻ്റെയും കരമന ആറിൻ്റെയൊക്കെ പോഷക നദികളായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു നദികളൊക്കെയാണ് നമുക്ക് മുന്നിലൊക്കെ കാണുന്നത്. അപ്പോൾ അതാ ഇവിടെ നിന്നൊരു അടിപൊളി ഒരു വെള്ളച്ചാട്ടവും ഒക്കെയുള്ള ഒരു ഏരിയ ഉണ്ട് നമ്മളിപ്പം അടുത്തെത്തുന്നത്. ഇത് കഴിഞ്ഞിട്ട് കുറച്ചങ്ങ് മുമ്പിൽ നടക്കുമ്പോഴാണ് നമുക്ക് അട്ടയാറിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നത്. അട്ടയാർ എത്തുന്നതിന് തൊട്ട് പിറകിൽ അടിപൊളിയായിട്ടുള്ളൊരു വെള്ളച്ചാട്ടങ്ങളൊക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അതാണ്ട് ഈ കാണുന്നതാണ് ആ ഒരു വെള്ളച്ചാട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഏകദേശം ഒരു 300 മീറ്ററോളം നമ്മൾ മുൻപിൽ സഞ്ചരിക്കുമ്പോഴാണ് അടുത്ത് അട്ടയാർ എത്തുന്നത്. പിന്നെ അവിടെ നിന്ന് ഒരു 5 കിലോമീറ്ററോളം യാത്ര ചെയ്താലാണ്
നമുക്ക് അതിരുമല ക്യാമ്പ് ഷെഡിലേക്ക് എത്താൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ യാത്രക്കാരൊക്കെ വരുന്ന സമയത്ത് ഈ ഒരു ഭാഗത്ത് വന്ന് എല്ലാവരും കുളിച്ചതിനൊക്കെ ശേഷമാണ് നമ്മൾ അതിരുമല ക്യാമ്പ് ഷെഡിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് അപ്പുറത്തേക്ക് പോകും. അടിപൊളി വെള്ളച്ചാട്ടമൊക്കെ കണ്ടിട്ട് നമ്മളിവിടെ നിന്ന് തിരിച്ച് നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ യാത്രക്കാർക്ക് ഫോട്ടോ എടുത്ത് കൊടുക്കണമെന്ന് പറഞ്ഞു. നമ്മളത് അവർക്ക് ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഇനി നമ്മൾ നേരെ അട്ടയാറിലേക്ക് തന്നെയാണ് നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. അങ്ങനെ ആ കുഞ്ഞ് ആറൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും ട്രക്ക് പാത്തിലൂടെയുള്ള നടത്തമാണ്. അപ്പം നടന്ന് നമ്മൾ എത്തിപ്പെടേണ്ട സ്ഥലം അട്ടയാർ. അടിപൊളിയൊരു സ്ഥലമാണ് അട്ടയാർ എന്ന് പറയുന്നത്. ആൾക്കാർ താഴെ നിന്നിങ്ങനെ നടന്നു വരെയാണ്. അങ്ങനെ ഏകദേശം അടുത്ത ഇതായിട്ടുള്ള അട്ടയാറിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടിപൊളി കാടാണ്, ഭയങ്കര നിശബ്ദമാണ്. നമ്മൾ അലയ്ക്കുന്ന ആ ഒരു ചെറിയൊരു ശബ്ദം മാത്രമേ ഉള്ളൂ. അട്ടയാറിൻ്റെ ശബ്ദങ്ങളൊക്കെ ഇങ്ങനെ കേൾക്കുകയാണ്. അപ്പോൾ ഒന്നും പറയാനില്ല, ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ തന്നെ പ്രത്യേക ഒരു ഭംഗി തന്നെയാണ്. പച്ചപ്പാണ് ഇവിടുത്തെ പ്രധാനം എന്ന് പറയുന്നത്. അപ്പോൾ അട്ടയാറിൽ നമ്മളൊന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് ഇരുന്ന് യാത്രക്കാരുടെ അടുത്തൊക്കെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തതിന് ശേഷമായിരിക്കും നമ്മളിവിടെ നിന്ന് അടുത്ത് അതിരുമല ക്യാമ്പ് ഷെഡിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. അതാ നമ്മൾ അട്ടയാറിൽ എത്തിയിട്ടുണ്ട്. അപ്പം കരമനയാറെന്ന് പറയപ്പെടുന്നെങ്കിലും ഏറ്റവും വലിയൊരു ആറെന്ന് പറയുന്നത് അട്ടയാറാണേ. അട്ടയാറിൽ നിന്നുള്ള കാഴ്ചകളൊക്കെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. എന്നൊക്കെ കാണിച്ചു തരാം ഈ ഒരു ആറിൻ്റെ പ്രത്യേകത. നല്ല വിസ്തൃതിയുള്ളൊരു ആറാണേ അട്ടയാർ എന്ന് പറയുന്നത്. കാണുന്ന ആറാണ് അട്ടയാർ എന്ന് പറയുന്നത്. വലിയൊരു ആറാണ്. ഇതിലെ മുകളിൽ നിന്നാണ് ഉത്ഭവിച്ച് വരുന്നത്. അവിടെ നിന്നും ഇങ്ങോട്ട് താഴേക്കാണ് അട്ടയാർ പോകുന്നത്. യാത്രക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ക്യാമ്പ് 5 അട്ടയാർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഏകദേശം 10.5 കിലോമീറ്ററാണ് അഗസ്ത്യാർകൂടത്തേക്ക് ഇവിടെ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും ദൂരം ഒരു നിരപ്പാർന്ന സ്ഥലത്തൂടെയൊക്കെയാണ് നടന്നുകൊണ്ട് വന്നത്. അപ്പോൾ ഇനി നമ്മൾ അത്യാവശ്യം ഒരു തേരിയിലോട്ടാണ് കയറിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കൊണ്ടുവരുന്ന യാത്രക്കാരെ ഈ തേരിയിലൂടെയൊക്കെ നമ്മൾ മുകളിൽ എത്തിക്കണം. ഇതുപോലെ വലിയ വലിയ തേരികൾ ഇനിയും മുകളിലോട്ടുണ്ട്. മുട്ടിടിഞ്ഞാൻ തേരിയാണ് നമ്മളിപ്പം നിലവിൽ ഇന്ന് പോകുന്ന ദിവസം ഏറ്റവും വലിയ തേരി എന്ന് പറയുന്നത് മുട്ടിടിഞ്ഞാൻ തേരിയാണ്. അട്ടയാറിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് കയറുകയാണ്. അപ്പം കുറച്ച് മുകളിൽ കയറുമ്പോൾ ഒരു റെസ്റ്റ് റൂമുണ്ട്, ഒരു ആൻറ്റി പോച്ചിങ് ചെറിയൊരു ഷെഡുണ്ട്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിലേ വേണമെങ്കിലും പോകാം. ഇതാണ് മെയിൻ വഴി, അതിലേ വേണമെങ്കിലും പോകാം. അപ്പോൾ യാത്രക്കാരൊക്കെ അതാ നടക്കുകയാണ്. അതാ നമ്മൾ ഈ ഒരു സ്ഥലത്തൂടെയാണ് നടക്കുന്നത്. ഇതാണ് മെയിൻ വഴി. നമ്മുടെ യാത്രക്കാർ ഒരു മുകളിലിരിപ്പുണ്ട്. അത്യാവശ്യം നല്ല പുൽമേട്ടിലെത്തിയിട്ടുണ്ട്. ഇനി നല്ല ദൂരമുണ്ട് ഈ ഒരു പുൽമേടെന്ന് പറയുന്നത്. മുകളിൽ ഒരു ചെറിയൊരു വെയിറ്റിംഗ് ഷെഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ അട്ടയാറിൽ. അങ്ങനെ നമ്മൾ യാത്രക്കാരെയും കൊണ്ട് നടന്ന് അട്ടയാർ ക്യാമ്പ് ഷെഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അട്ടയാർ എന്ന് പറയുന്നത്. ഇവിടെ ചെറിയൊരു ക്യാമ്പ് ഷെഡൊക്കെ ഉണ്ട്. പിന്നെ അത്യാവശ്യം ചെറിയ ടോയ്ലറ്റ് ഫെസിലിറ്റി, അപ്പോൾ അങ്ങനത്തെ ഒരു സെറ്റപ്പൊക്കെ നമ്മുടെ അട്ടയാർ ക്യാമ്പ് ഷെഡിലുണ്ട്. നമ്മളങ്ങനെ അട്ടയാർ കഴിഞ്ഞ് അടുത്ത് ഏഴുമടങ്ങൻ എന്ന് പറയുന്ന ക്യാമ്പിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ നടക്കുന്ന വഴികളിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്ന നല്ല പച്ചപ്പുള്ള പുല്ലും പുൽത്തകിടും ഒക്കെയാണ്. അപ്പോൾ കുറച്ച് മുകളിലെത്തിക്കഴിഞ്ഞാലാണ് നമ്മളന്ന് കുളമൊക്കെ വറ്റിച്ച ആ ഒരു ഏരിയയൊക്കെ എന്ന് പറയുന്നത്. സമയം എപ്പടി ഇരിക്കേ? സൂപ്പർ സമയം, ബെസ്റ്റ്, நல்லா இருக்கு, எந்த குறையிല്ല. ഉള്ള നമ്മുടെ യാത്ര എന്ന് പറയുന്നത് ഏഴുമടങ്ങൻ ക്യാമ്പ് ഷെഡിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ പോകുന്ന വഴികളൊക്കെയാണ് ഈ കാണുന്നത്. ഇടയ്ക്കൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ മഴ പെയ്തതുകൊണ്ട് തന്നെ നമ്മുടെ ട്രക്ക് പാത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് പച്ചപ്പ് വിരിച്ചിങ്ങനെ കിടക്കുകയാണ്. ഒന്നും പറയാനില്ല. അങ്ങനെ നമ്മളിത് അട്ടയാറിൻ്റെ മുകളിലത്തെ പുൽമേട് കയറിയിട്ടുണ്ട്. അങ്ങനെ പുൽമേട് കയറി അതിരുമലയിലേക്ക് നമ്മൾ നടക്കുകയാണേ. അപ്പോൾ ഇന്ന് ഈ ഒരു കാലാവസ്ഥയിൽ നമ്മുടെ ഈ ഒരു സ്ഥലം കണ്ടോ എത്രത്തോളം മനോഹരമായിട്ടാണ് ഇവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന്. വീട് വർക്കിന് പോകുമ്പം ബോണക്കാട് വഴി നമ്മൾ ആളെ എടുത്ത് ഇതിലേ വരണം. അതിലെ നാച്ചിയാർ മോട്ട വഴിയാണ് നമ്മൾ പോകുന്നത്. നമ്മൾ നേരെ ഫ്രണ്ടിൽ നിന്നിട്ട് നാച്ചിയാർ മോട്ട കാണിച്ചു തരാം. ഇത് നമുക്ക് മനോഹരമായിട്ടുള്ള മലനിരകൾ കാണുന്നുണ്ട് ഇടത്തെ സൈഡിൽ. അപ്പോൾ ഇതിൻ്റെ പിറകിലെല്ലാം മറ്റേ തമിഴ്നാടിൻ്റെ ഭാഗങ്ങളാണ്, പാണ്ടിപ്പത്ത് അങ്ങനെ ആ ഒരു ഏരിയകളാണ് ഈ പിറകിലെന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അവിടെയൊക്കെ അത്യാവശ്യം മഞ്ഞ് കാണാം. അതാണ് ഇപ്പം കണ്ട ഈ ഒരു ഭാഗത്തൊക്കെ നല്ല മഞ്ഞ് പിടിച്ചിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ഉണ്ടല്ലേ, അന്ന് ഞാൻ ഈ ഒരു വഴി കൂടെയാണ് വന്നത്. അപ്പോൾ ഇതാ മനോഹരമായിട്ട് നമ്മുടെ അട്ടയാറിന് മുകളിലത്തെ ഭാഗങ്ങളൊക്കെ തെളിഞ്ഞ് കിടപ്പുണ്ടേ. അപ്പോൾ എന്ത്
മനോഹരമായിട്ടുള്ള സ്ഥലമാണോ നോക്കിയേ. നമുക്ക് ഇങ്ങോട്ട് നോക്കുമ്പോഴുള്ള പച്ചപ്പും ഇവിടുത്തെ കാലാവസ്ഥയും ഒക്കെ അടിപൊളി തന്നെയാണ്. ബോണക്കാട് നിന്നും ഏകദേശം ഒരു 14 കിലോമീറ്ററിലധികം ഉണ്ട്. ആ മഞ്ഞ് മൂടി കിടക്കുന്ന ഭാഗം കണ്ടോ, അങ്ങോട്ടായിട്ടൊക്കെ വരും ബോണക്കാട്. അപ്പം നമ്മൾ ഏകദേശം ഒരു 9 കിലോമീറ്ററോളം നമ്മൾ നടന്ന് യാത്ര ചെയ്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. അട്ടയാറ് കഴിഞ്ഞ് മുകളിലേക്ക് എത്തിയിട്ടുണ്ട്. അട്ടയാറ് കഴിഞ്ഞ് അടുത്ത് ഏഴുമടങ്ങൻ ക്യാമ്പാണ് കേട്ടോ അടുത്ത സ്ഥലമെന്ന് പറയുന്നത്. ഞാനിന്ന് കൊണ്ടുവന്ന ടീമുകളെല്ലാം അവർ അങ്ങ് മുൻപേ പോയിരിക്കുകയാണ്. അടുത്ത തേരീൻ്റെ അവിടെ വെച്ച് നമുക്ക് അവരെല്ലാം കാണാൻ പറ്റുമേ. പോയ ദിവസം രാത്രി ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തിൻ്റെ കാഴ്ചകളൊന്നും കാണാൻ പറ്റാത്തത്. പിന്നെ അതുപോലെ തന്നെ അന്ന് ആ ഒരു സമയത്ത് ഭയങ്കരമായിട്ട് ഈ ഏരിയകളെല്ലാം പുല്ലൊക്കെ വെന്ത് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടും നമുക്ക് അധികം കാഴ്ചകളൊന്നും കാണാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നേ. അപ്പോൾ ഇന്ന് കണ്ടോ നമ്മൾ നടക്കുന്ന വഴിയും രണ്ട് സൈഡും കണ്ടോ എത്രത്തോളം പച്ചപ്പും മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് കിട്ടുന്നതെന്ന്. വെള്ളം മലനിരകളിലൊക്കെ അത്യാവശ്യം മഞ്ഞുണ്ടേ. എല്ലാം എന്താ നല്ല കോട മഞ്ഞടിച്ച് ഇങ്ങനെ മൂടി കിടക്കുന്ന കാഴ്ചകളാണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അന്ന് അങ്ങ് മുൻപിലൊരു ചുരം പോലത്തെ സ്ഥലമുണ്ട്. അതാണ് ഏഴുമടങ്ങൻ തേരി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു തേരി നമ്മുടെ ഈ ഒരു വിഷ്വൽസിൻ്റെ ഇടയിൽ നമ്മളെന്തായാലും അറ്റാച്ച് ചെയ്തേക്കാവേ. കുറച്ച് മുൻപിൽ ചെന്നിട്ട് നമ്മൾ ഇങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഏഴുമടങ്ങൻ ക്യാമ്പിലേക്ക്. അടിപൊളിയൊരു ഏരിയയാണ് കേട്ടോ ഏഴുമടങ്ങൻ. ഏഴുമടങ്ങൻ പോയിട്ട് നമുക്ക് ഇങ്ങ് താഴേക്ക് നമ്മളിപ്പം വരുന്ന ഭാഗങ്ങളൊക്കെ കാണുമ്പോൾ അടിപൊളിയാണ് കാണാനായിട്ട്. അപ്പോൾ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല പച്ചപ്പുണ്ട്. അപ്പോൾ ഇവിടെ പണ്ട് തിരികത്തിച്ചുകൊണ്ടിരുന്നൊരു സ്ഥലമാണേ. അപ്പോൾ അവിടെ തിരികത്തിപ്പൊന്നുമല്ല. ഇപ്പോൾ ട്രക്കിംഗ് റൂട്ട് ആയതുകൊണ്ട് തിരികത്തിപ്പ് അങ്ങനത്തെ അതിൻ്റെ പരിപാടികളൊന്നുമില്ല. അങ്ങനെ നമ്മൾ ട്രക്ക് പാത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളിതാ ഏഴുമടങ്ങൻ തേരിയുടെ കുറച്ച് താഴെ എത്തിയിട്ടുണ്ട്. നമ്മൾ പുൽമേട് കഴിഞ്ഞ് ഏകദേശം ഇനി ഏഴുമടങ്ങൻ തേരിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തൊട്ട് ഫ്രണ്ടിലാണ് ഏഴുമടങ്ങൻ തേരിയും കാര്യങ്ങളൊക്കെ ഉള്ളത്. ഇത്രയും പുൽമേട് കഴിഞ്ഞ് അട്ടയാറ് കഴിഞ്ഞ് വരുമ്പം കുറച്ച് ഫ്രണ്ടിലാണ് വെള്ളമുള്ളൊരു സ്ഥലം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് വേറെ എവിടെയും വെള്ളം കിട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളൊന്നുമില്ല. നമ്മുടെ അഗസ്ത്യാർകൂടം ട്രക്കിംഗ് റൂട്ടിൽ ഇവിടെയാണ് വെള്ളമുള്ളത്. ഇവിടെ ഒരു ചെറിയൊരു പൈപ്പ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതാണ് ഇതിനകത്ത് നിന്ന് നമുക്ക് നല്ല ഫ്രഷ് വെള്ളമൊക്കെ എടുത്ത് കുടിക്കാൻ പറ്റും. വേണ്ട ഇതുപോലെ ഉണ്ടോ. ഏകദേശം പുൽമേടുകൾ തീരാറായിട്ടുണ്ട്. ഇനി അപ്പോൾ അടുത്ത് നമ്മളൊരു പച്ചക്കാട് പോലുള്ള ഏരിയക്കകത്താണ് നമ്മൾ കയറുന്നത്. ഈ ഒരു ഭാഗത്തും ചെറിയൊരു വെള്ളത്തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് തൊട്ട് മുകളിൽ കയറുമ്പോഴാണ് നമ്മുടെ ഏഴുമടങ്ങൻ തേരി. ഇതിങ്ങനെ കറങ്ങി തരുന്ന തേരിയാണ്. അത് കഴിഞ്ഞ് കുറച്ച് മുമ്പിൽ നടക്കുമ്പോഴാണ് അടുത്ത തേരി മുട്ടിടിഞ്ഞാൻ തേരി. അതും കൂടെ കഴിയുമ്പോൾ ഞാൻ സ്ഥിരം പോണ വഴിയായിട്ടുള്ള വഴീൻ്റെയൊക്കെ അവിടെ എത്തും. പിന്നെ നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം. ഏഴുമടങ്ങലിൽ നിൽക്കുമ്പോൾ നമുക്ക് താഴോട്ട് കാണുന്ന കാഴ്ചകളാണ് ഇതെന്ന് പറയുന്നത്. നമ്മൾ അങ്ങ് താഴെ കാണുന്ന ആ പുല്ലുമേടിൻ്റെ ഭാഗത്തു നിന്നാണ് നമ്മൾ കയറി വന്നത്. ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ ഒരു തേരി കറങ്ങി മുകളിൽ കയറുമ്പോൾ കുറച്ചും കൂടെ നല്ല രീതിക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ വ്യൂ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഏഴുമടങ്ങൻ തേരി കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താഴത്തെ വളമൊക്കെ കയറി വന്ന് ഇവിടെയൊക്കെ നല്ല കട്ടറായിട്ട് വഴി ഇങ്ങനെ ഇളകി കിടക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് മുകളിൽ ഇപ്പോൾ ചെല്ലും നമ്മൾ. അവിടെ ചെല്ലുമ്പോഴാണ് കുറച്ചും കൂടെ നമുക്ക് ഈ ഒരു സ്ഥലത്തിൻ്റെ ഭംഗിയൊക്കെ നല്ല രീതിക്ക് കാണാൻ പറ്റുന്നത്. ഇത്രത്തോളം ദൂരം നമ്മൾ കയറി വന്നിട്ടുണ്ട്. ഇതാ ഏഴുമടങ്ങൻ തേരി കയറി തീർന്നിട്ടുണ്ട്. ഇനി അടുത്തത് മുട്ടിടിഞ്ഞാൻ തേരിയാണ്. യാത്രക്കാരെയും കൊണ്ടൊക്കെ നടന്ന് ഏഴുമടങ്ങൻ ക്യാമ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ 2-3 പേരേ ഉള്ളൂ ലാസ്റ്റ് നടക്കുന്ന യാത്രക്കാർ. അപ്പോൾ ഇവരെ ക്യാമ്പ് ഷെഡിൽ കൊണ്ടെത്തിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ പരിപാടി അങ്ങനെ തീരെയാണ്. അപ്പോൾ നമ്മൾ മുട്ടിടിഞ്ഞാൻ തേരി എന്ന് പറയുന്ന തേരി എത്തിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ അത്യാവശ്യം 5:30 ആ ഒരു സമയം ആയിട്ടുണ്ട്. അത്യാവശ്യം ഇരുട്ടുമുണ്ട്. അപ്പോൾ നമ്മളിതാ മുട്ടിടിഞ്ഞാൻ തേരിയുടെ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോകുന്ന വഴിയിലെ ഏറ്റവും അവസാനത്തൊരു തോടാണ്. അപ്പോൾ ഇവിടമേ വെള്ളം എടുക്കാനുള്ളൂ. അത് കഴിഞ്ഞാൽ യാത്രക്കാർക്കിനി വെള്ളം എന്തെങ്കിലും കിട്ടുന്നുവെങ്കിൽ നമ്മൾ അതിരുമല ക്യാമ്പ് ഷെഡിലെത്തണം. എന്നിരുന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ. മുട്ടിടിഞ്ഞാൻ തേരി കയറിക്കൊണ്ടിരിക്കുകയാണ്. നേരം ഇങ്ങനെ ഇരുട്ടി വരികയാണ്. സമയം 6 മണിയോളം ആയിട്ടുണ്ട്. അപ്പോൾ യാത്രക്കാർ പുറകിലുണ്ട്. അപ്പോൾ അവരെ മുകളിൽ നമ്മുടെ മണച്ചാല എത്തിച്ചു കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ ഈ തേരി തീരുകയാണ്. പിന്നെ അത്യാവശ്യം നടന്നുകൊണ്ട് ഇതേ ഉള്ളൂ. അപ്പം അവരെയും കൊണ്ട് ഇങ്ങനെ ബാഗിൽ നിൽക്കുകയാണ്. കുറേ സമയമായിട്ട് നമ്മളിങ്ങനെ ബാക്കിലുണ്ട്. അവരുടെ കൂടെ തന്നെ ഇങ്ങനെ ഉണ്ട്. ഇവിടെ ഒരു 3/4 ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വഴിയാണ് നടക്കേണ്ടത്.
അത്യാവശ്യം വലിയൊരു കഠിനമായിട്ടുള്ളൊരു തേരിയാണ് ഒരു മുട്ടിടിഞ്ഞാൻ തേരി എന്ന് പറയുന്ന ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത്. ഒരുപാട് യാത്രക്കാർ ഒരുപാട് ബുദ്ധിമുട്ടി യാത്ര ചെയ്യുന്നൊരു സ്ഥലം കൂടിയാണ് മുട്ടിടിഞ്ഞാൻ തേരി എന്ന് പറയുന്നത്. നമ്മുടെ യാത്രക്കാർ അവിടെ എത്തിയിട്ടുണ്ട്. ഈ കുത്ത് കയറ്റം കയറി മുകളിലെത്തുമ്പോഴാണ് നമ്മുടെ മണച്ചാല. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് പോകേണ്ടത്. അത്യാവശ്യം കഠിനമായിട്ടുള്ളൊരു കയറ്റം തന്നെയാണ് ഈ മുട്ടിടിഞ്ഞാൻ തേരി എന്ന് പറയുന്നത്. ഇത് ആദ്യത്തെ ദിവസം നമ്മൾ യാത്രക്കാരെയും കൊണ്ട് ക്യാമ്പ് ഷെഡിൽ എത്തിക്കുന്ന വഴിയിലുള്ളൊരു തേരിയാണ് മുട്ടിടിഞ്ഞാൻ തേരി. തേരി തീരാറായിട്ടുണ്ടേ. തൊട്ട് മുകളിൽ അവിടെ എത്തുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല നിരപ്പുകളൊക്കെ കാണാൻ പറ്റും. അവിടെ നമുക്ക് യാത്രക്കാരൊക്കെ എല്ലാവരും അവിടെ പോയിട്ടിരുന്നാണ് റെസ്റ്റ് ചെയ്യുന്നത്. അത്യാവശ്യം 6 മണി ആ ഒരു സമയമായിട്ടുണ്ടേ. നമ്മളിത് എത്തി നിൽക്കുന്നത് മണച്ചാലയിലാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ആൾക്കാരെ നമ്മളിവിടെ കൊണ്ടെത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്ന് നമുക്ക് ഇവരെ കൊണ്ടുപോകേണ്ടത് ഈ കാണുന്ന വഴിയിലൂടെയാണ് കൊണ്ടുപോകേണ്ടത്. അതിരുമല ക്യാമ്പ് ഷെഡിൽ കൊണ്ടെത്തിക്കണം. ഇരുട്ടിക്കൊണ്ട് വരികയാണ്. ഏകദേശം 6:30 ആയിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ യാത്രക്കാർ ബാക്കിലുണ്ട്. എൻ്റെ ചേട്ടനെ തൊട്ട് ബാക്കിലുണ്ട്. നമ്മൾ രണ്ടുപേരും കൂടെ അവരെ നമുക്ക് എങ്ങനെയെങ്കിലും ക്യാമ്പിൽ കൊണ്ടെത്തിക്കണം. അവർ നടക്കുന്നത് അല്പം സീനാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ താമസിച്ചതെന്ന്. ആദ്യത്തെ ദിവസം തന്നെ ഞാൻ വന്ന ദിവസം തന്നെ താമസിച്ചു. അപ്പോൾ അവനെ ബാക്കിൽ നിന്ന് ഒറ്റയ്ക്കാക്കുന്നത് ശരിയല്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും കൂടെ അവനെ സപ്പോർട്ട് ചെയ്ത് ബാക്കിൽ നിൽക്കുകയാണ്. അത്യാവശ്യം നല്ല ഇരുട്ടിയിട്ടുണ്ടേ. മാനവെള്ളം മാത്രം കാണാമെന്ന് പറയാം. അപ്പോൾ ഇനിയൊരു 300-400 മീറ്ററോളം നമ്മൾ നടക്കുമ്പോഴാണ് നമ്മൾ കൊണ്ടുവന്ന യാത്രക്കാരെ കൊണ്ട് നമ്മൾ അതിരുമല ക്യാമ്പ് ഷെഡിലേക്ക് നമ്മൾ എത്തുന്നത്. നല്ല ഇരുട്ടെന്ന് തന്നെ പറയാം. അത്രത്തോളം ഇതായിട്ടുണ്ട്. ഇപ്പോൾ ക്യാമ്പിലെത്തുമ്പോൾ തന്നെ അവിടെ എല്ലാവരും ലൈറ്റൊക്കെ ഇടും. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് വന്ന ദിവസം തന്നെ നല്ല രീതിക്ക് താമസിച്ചിട്ടുണ്ടേ. അപ്പോൾ ഇവരെ സുരക്ഷിതമായിട്ട് ക്യാമ്പിലെത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ പണി. അപ്പം ബാക്കിൽ ചേട്ടൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 പേരും ഉണ്ട്. ഇതിലായി കഴിഞ്ഞാൽ അവരെ നമുക്ക് ക്യാമ്പിലെത്തിക്കണം. പിന്നെ ഞാനും കൂടെ വെയിറ്റ് ചെയ്തു അവനോടൊപ്പം. ഇതിൻ്റെ തൊട്ട് പിറകിൽ എത്തിയിട്ടുണ്ടേ. അപ്പോൾ തൊട്ട് താഴെയാണ് ക്യാമ്പ്. നല്ല ഇരുട്ടായി. സമയം ഞാൻ കാണിച്ചു തരാം. സമയം 6:44 ആയിരിക്കുന്നു. നമ്മളിതാ ബേസ് ക്യാമ്പിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സമയം അത്യാവശ്യം നല്ല ഇരുട്ടിയിട്ടുണ്ടേ. അപ്പോൾ നമ്മുടെ യാത്രക്കാരെയും കൊണ്ട് അങ്ങനെ ബേസ് ക്യാമ്പിൽ നമ്മളെത്തുമ്പോഴുള്ളൊരു സന്തോഷം അത് വളരെ വലുത് തന്നെയാണ്. ബോണക്കാട് നിന്നും ആദ്യത്തെ ദിവസം 14 കിലോമീറ്ററോളം യാത്ര ചെയ്ത് യാത്രക്കാരെ അതിരുമല ക്യാമ്പ് ഷെഡിലൂടെ കൊണ്ടെത്തിച്ചു. അപ്പോൾ അതിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് കണ്ടത്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡുകൾ നാളത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ഇതിൻ്റെ ബാക്കി എപ്പിസോഡുകൾ നമ്മുടെ ഗൈഡിങ്ങിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതുപോലെ നമ്മൾ ബോണക്കാട് നിന്ന് 12-14 കിലോമീറ്ററോളം നമ്മൾ കാൽനടയായിട്ട് തന്നെ കൊണ്ടെത്തിക്കണം. അതുപോലെ അഗസ്ത്യർകൂടം കയറ്റണം. 3-ാമത്തെ ദിവസം തിരിച്ച് അതേപോലെ പിക്ക് സ്റ്റേഷനിൽ എത്തിക്കണം. അതാണ് നമ്മുടെ ഈ ഒരു ഗൈഡിങ്ങിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അതിരുമല ബേസ് ക്യാമ്പിൽ ഏകദേശം നേരത്തെ തന്നെ എത്തണം. നമ്മൾ വന്നപ്പോൾ താമസിച്ചു പോയി. അപ്പോൾ നേരത്തെ എത്തിക്കഴിഞ്ഞാൽ വൈകുന്നേരത്തേക്കുള്ള ചായ പിന്നെ രാത്രി കഞ്ഞിയാണ് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് അഗസ്ത്യർകൂടത്തേക്ക് കയറാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത എപ്പിസോഡ് നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അടുത്തൊരു അടിപൊളി എപ്പിസോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബായ്.